ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ദൈവം നമുക്ക് തരുന്ന ഈ അവസരത്തെ സന്തോഷത്തോടെ വിനിയോഗിച്ചുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം തന്ന് ജയോത്സവത്തോടെ നടത്തി അക്കരെ നാട്ടിലെത്തുവോളം കൈവിടാതെ കാത്തുകൊള്ളാമെന്നുള്ള ദൈവത്തിൻ്റെ തിരുവാഗ്ദത്തം നിറവേറ്റി നമ്മുടെ പാതയ്ക്ക് ദീപമായി ദൈവം നമ്മെ വചനത്തിൻ്റെ പ്രകാശനത്തിൽ നടത്തുന്ന എല്ലാ സ്നേഹത്തിനും ദൈവത്തോട് നന്ദി പറയാൻ നാം എല്ലാവരും കടപ്പെട്ടവരായിരിക്കാൻ എന്നോടൊപ്പം നിങ്ങളും ദൈവത്തെ സ്തുതിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വചനം കേൾപ്പാൻ കാണിക്കുന്ന താല്പര്യത്തിന് ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള സ്നേഹവും വന്ദനവും ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ സന്ദേശം ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എല്ലായ്പ്പോഴും അവിടത്തേക്ക് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവിടെ തന്നെ ഏകനായി വിട്ടിട്ടില്ല. അവിടെ തന്നെ ഏകനായി വിട്ടിട്ടില്ല. കർത്താവായ യേശു തൻ്റെ പിതാവിനെക്കുറിച്ച് യഹൂദ സദസ്സിൽ സാക്ഷ്യം പറയുന്നതാണ് ഈ ഭാഗം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നിട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്ഭുതങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, വന്ന ജനത്തോട് ജീവിതത്തിൻ്റെ നാളുകളെക്കുറിച്ച് പുതിയ നിയമത്തിൻ്റെ ചിന്തയിൽ സംസാരിച്ചു. അതൊക്കെയാണല്ലോ ഗിരിപ്രഭാഷണം. ഒരു പുതിയ യുഗം, ഒരു പുതിയ സംസ്കാരം തന്നെ ഉടലെടുക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവരെ ബോധിപ്പിച്ചു, ഉപദേശിച്ചു, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തത് സത്യമാണ്. പക്ഷേ കർത്താവ് ഇവിടെ വന്നതിൻ്റെ അതിപ്രധാനമായ ഉദ്ദേശങ്ങളിലൊന്ന് സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ അന്ന് തൻ്റെ മുമ്പിലായിരുന്ന യഹൂദന്മാർക്ക് കുറച്ചുകൂടെ കൃത്യമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒന്നോടെ എന്നോടൊപ്പം വിചിന്തനം ചെയ്യണം. ലോകത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നറിയപ്പെട്ട, ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ളവർ, അവരുടെ മക്കൾ, കൊച്ചുമക്കൾ എന്നറിയപ്പെട്ട ജനതയാണ് യഹൂദന്മാർ. റോമാലേഖനത്തിലൊക്കെ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വളരെ പ്രൗഢമായിരിക്കുന്ന കാര്യങ്ങളാണ്. ആരാധനയും യാഗങ്ങളും ദൈവവും ദൈവാലയവും വാഗ്ദത്തങ്ങളും എല്ലാവിധ സ്വർഗീയ അവകാശങ്ങളും അവരുടേതത്രേ എന്നാണ് വിശുദ്ധ ബൈബിൾ അന്ന് എഴുതി വച്ചത്. അപ്പോൾ ദൈവം അവരെ ഒത്തിരി പരിഗണിച്ചിരുന്നു. ദൈവത്തെക്കുറിച്ച് ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ അത് യഹൂദ പാരമ്പര്യത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന ആളുകളാണ്. മോശ, അബ്രഹാം തുടങ്ങിയ ആളുകൾ അവർക്ക് ദൈവവുമായിട്ട് സംസാരിച്ചവരാണ്. ഇവരുടെ പിതാക്കന്മാർ ദൈവത്തെ മുഖാമുഖം കണ്ടവരാണ്, ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവരാണ്. അങ്ങനെയൊക്കെ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സന്തതി പരമ്പരയാണ് യഹൂദന്മാർ. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന കാലത്ത് അവർ ദൈവത്തെക്കുറിച്ച് വല്ലാതെ തെറ്റിദ്ധരിച്ചു. ദൈവത്തെ ഒരുപാട് കാര്യത്തിൽ പഴിചാരി, പിശാചാണ് ഇതിൻ്റെ പുറകിലെല്ലാം. തെറ്റിദ്ധരിപ്പിക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, ദൈവത്തെക്കുറിച്ച് സംശയം ജ്വലിപ്പിക്കുക, ഇതെല്ലാം പിശാചിൻ്റെ ഏറ്റവും വലിയ അജണ്ടയാണ്. ഇന്ന് നിങ്ങളോട് പറയാം, നമ്മളെ സംശയിപ്പിക്കുക. ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ പറ്റുമോ? എൻ്റെ കാര്യത്തിൽ മാത്രം ദൈവം എന്താ ഇടപെടാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലേ? നിൻ്റെ ശാപം ഇപ്പോഴും നിലനിൽക്കുകയാണോ? നിന്നോട് ദൈവത്തിന് പ്രീതിയില്ലേ? സ്നേഹമില്ലേ? നിൻ്റെ വിഷയത്തിൽ കരുതലില്ലേ? ഇങ്ങനെയുള്ള ധാരണകൾ മനസ്സിനകത്തേക്കിട്ടിട്ട് നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഉലച്ചു കളയാൻ ദുഷ്ടപിശാച് എപ്പോഴും എല്ലാ സമയത്തും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്നും ആ കാര്യത്തിലൊരു പരിധിവരെ സാത്താൻ വിജയിക്കുന്നും ഉണ്ടാകാം. പക്ഷേ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ പറയുന്നു, നാം ദൈവത്തെ നന്നായിട്ട് അറിയണം. യേശു ഇവിടെ വന്ന് ഈ ലോകത്തിൽ ചെയ്ത കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പനെ, സ്വർഗത്തിലെ അപ്പനെ, പിതാവായ ദൈവത്തെ, ഈ അഖിലാണ്ട സൃഷ്ടാവിനെ തെറ്റിദ്ധരിക്കപ്പെട്ട യഹൂദന്മാരുടെ ഇടയിൽ നന്നായിട്ട് പരിചയപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുത്തൻ പോലും നശിച്ചു പോകുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമുള്ള കാര്യമല്ല.
അവർ ധരിച്ചിരുന്നു ഇവിടെ ഈ കലാമറ്റികൾ മുഴുവൻ ഉണ്ടാകുന്നത്, ഇവിടുത്തെ സകല പ്രശ്നങ്ങളും ചുമ്മാ കണ്ണടച്ച് കയ്യും കെട്ടിയിരുന്ന് നോക്കിയിരുന്ന് നമുക്ക് യാതൊരു രക്ഷയില്ലാതെ വണ്ണം നമ്മളെന്തെങ്കിലും ചെയ്താൽ ഉടനെ ചൂരപടിയും കൊണ്ട് വന്ന് തല്ലുകയും ഈ ലോകത്തിൽ നടക്കുന്ന ദുഷ്ടപ്രവണതകളിൽ കൈകെട്ടി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം എന്നൊരു ചിന്ത പുതിയ തലമുറയിലെ യഹൂദന്മാരുടെ ഇടയിൽ വന്നുപോയി. അപ്പോൾ അതിനെതിരെ കർത്താവ് പറയുകയാണ്, ഇല്ല, നിങ്ങളിൽ ഒരുത്തൻ പോലും നശിച്ചു പോകണമെന്ന് ദൈവത്തിനിഷ്ടമില്ല. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ വന്ന് അപ്പനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇതാ ഞാനിനി യേശു ദൈവവും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആത്മീക ജീവിതം ഒരു കുടുംബ ബന്ധമാണ്. അതെപ്പോഴും നമ്മൾ ഓർത്തിരുന്നോളണം. ഒരു ഫാമിലിയാണ് സ്വർഗീയ കുടുംബം. അപ്പൻ എന്ന വിളി, സഹോദരന്മാരെ എന്ന വിളി, ഇതെല്ലാം ഒരു കുടുംബത്തിൻ്റെ ഭാഷയാണെന്ന് മാത്രമല്ല, നിത്യത ഒരു കുടുംബമാണ്. ദൈവവും തൻ്റെ മക്കളും എന്നാണ് തിരുവെഴുത്തിൽ പഠിപ്പിക്കുന്നത്. ഒരപ്പൻ മക്കൾ ബന്ധമാണ്. ആ ബന്ധമാണ് ആത്മീയതയ്ക്കകത്തുള്ളത്, പിതാവും അവൻ്റെ മക്കളും. അപ്പോൾ ആ ഒരു ബന്ധം ഈ ആത്മീയതയ്ക്കുണ്ട്. അപ്പോൾ ഈ വാക്യം ഇപ്പോൾ നമ്മൾ വായിച്ച വിശുദ്ധ യോഹന്നാൻ 8:29 ഒരപ്പൻ മകൻ ബന്ധമാണ്. ആ ബന്ധം ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നോടെ പറഞ്ഞോട്ടെ, നാം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ഈ കുടുംബത്തിനകത്തെ ഊഷ്മളത നമുക്ക് ലഭിക്കുന്നത്. ഈ അപ്പൻ നമുക്ക് അപ്പനായി തന്നെ കൂടെ ഇരുന്ന് ആ ഫീലിങ്ങിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോളണം, നാം നമ്മുടെ ഭാഗം വളരെ കൃത്യതയോടെ വിശ്വസ്തയോടെ നാം ഒരഭിമാനവും ആഠ്യത്വവുമുള്ള കുടുംബത്തിൻ്റെ മോളാണ് എന്ന സ്റ്റാൻഡേർഡിൽ ഇവിടെ ജീവിക്കുമ്പോഴാണ് സ്വർഗസ്ഥനായ ദൈവം ഈ കുടുംബത്തിൻ്റെ മാഹാത്മ്യം നമ്മളിലൂടെ വെളിപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മനസ്സിലായേ പറ്റൂ. നാം ഈ ലോകക്കാരായി ഈ ലോകത്തിൻ്റെ കറപറ്റിയ കുപ്പായമിട്ട് സ്വർഗത്തിൻ്റെ അപ്പന് നാണക്കേടുണ്ടാക്കി കുടുംബത്തിന് അഭിമാനക്കേടുണ്ടാക്കി ജീവിക്കുന്ന ഒരു മകനാണെങ്കിൽ അപ്പനും മൈൻഡ് ചെയ്യേല, ഈ വീട്ടുകാരും മൈൻഡ് ചെയ്യേല. എന്നാൽ അപ്പൻ്റെ അന്തസ്സിന് ചേരുന്ന രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ അപ്പൻ ആ മോനെ മടിയിലെടുത്ത് വെച്ച് ലാളിക്കും. എത്ര വാക്യങ്ങൾ വേണം അതിനെല്ലാം. അപ്പം നമ്മളെങ്ങനാണോ അങ്ങനെ ആയിരിക്കണം. ഇതാ ഇവിടെ യേശുക്രിസ്തു തൻ്റെ പിതാവിനെക്കുറിച്ച്, താനുമായിട്ട് തൻ്റെ അപ്പൻ്റെ ബന്ധം, തന്നോടുള്ള അപ്പൻ്റെ പ്രീതിവാത്സല്യം, അത് തന്നെ കേൾക്കാൻ വന്ന യഹൂദന്മാരോട് പറയുക. അയ്യോ, അത് കേട്ടപ്പോൾ തന്നെ 30-ാമത്തെ വാക്യത്തിനകത്ത് ഒത്തിരി പേർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിനെ വിശ്വസിച്ചെന്ന്. അതിൻ്റെ കഥ എന്താ? ഇങ്ങനെ ഒരു അപ്പനുണ്ട് എന്ന് അറിഞ്ഞാൽ, ഈ തെറ്റിദ്ധാരണയാണെന്നേ പിശാച് ഈ അവിശ്വാസം ഉണ്ടാക്കി വെച്ചേ. ഈ വാക്യം ഞാൻ 30-ാം വാക്യം വായിച്ചില്ല, പക്ഷെ 30-ാം വാക്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ യേശു തൻ്റെ അപ്പൻ ഇത്ര സ്നേഹമുള്ള, കരുതലുള്ള, കാവൽ നിൽക്കുന്ന, കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്ന ഒരപ്പനാണ് സ്വർഗീയ പിതാവ്. ആ അപ്പൻ എൻ്റെ അപ്പൻ മാത്രമല്ല, നിങ്ങളുടെ അപ്പനാണ് എന്ന ധ്വനിയിൽ പറഞ്ഞ മാത്രയിൽ യഹൂദന്മാർ കുറേ പേരങ്ങ് വിശ്വസിച്ചു. അതിനർത്ഥം എന്താ? തെറ്റിദ്ധാരണ യേശു മാറ്റി. ഞാൻ നിങ്ങളോടും പറയുന്നു, ഈ അപ്പൻ നല്ല അപ്പനാണ്. ഈ അപ്പനെ പോലെ കരുതുന്ന, കാക്കുന്ന, സൂക്ഷിക്കുന്നൊരപ്പൻ വേറെയില്ല. അതുകൊണ്ട് ഈ അപ്പൻ്റെ സ്നേഹം, ലാളന, വാത്സല്യം ഒക്കെ അനുഭവിക്കണം. ആട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ അപ്പന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. നിങ്ങൾ കർത്താവിൻ്റെ ആ പ്രായം കൂടി അങ്ങനെ അക്ഷരീകമായിട്ട് തന്നെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. 30 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. 30 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ആൺ സന്തതിയെ എവിടെ പോയാലും അപ്പനൊറ്റയ്ക്ക് വിടുകയില്ല. നിങ്ങളതിനൊന്നും ഭാവനയെ കണ്ടേ. ഈ 30 വയസ്സെന്നൊക്കെ പറയുന്നത് നമുക്കൊന്ന് മനസ്സിലാൻ വേണ്ടി പറയാം, കർത്താവിൻ്റെ ഐഹിക ജീവിതം. ഇപ്പം എവിടെ പോയാലും അങ്ങനെയുള്ള അപ്പന്മാരുണ്ടോ? എപ്പോഴും പറയാം, ഞാനവിടെ വരാം, നീ ഒറ്റയ്ക്ക് പോകണ്ട. മോനെ, പപ്പയെ കൂടി വരുക, നീ തന്നെ പോകണ്ട. അയ്യോ അപ്പ, ഞാൻ തന്നെ പൊക്കോളാം, വേണ്ടടാ, ഞാനവിടെ വരാം. അപ്പോൾ ഒരിടത്ത് പോലും 30 വയസ്സായിട്ടും, 30 വയസ്സാകുമെന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ താൽക്കാലിക ചിന്തയാട്ടല്ലോ, ഞാൻ പ്രായം വെച്ചുകൊണ്ട് പറയുകയല്ല, അക്ഷരീകമല്ലാതെ ആത്മീകമാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ പ്രായം എത്രയായി?
നമ്മുടെ പിള്ളേരൊക്കെ ഒരു 12 വയസ്സാകുമ്പോഴത്തേക്കും അപ്പനും പറയണ്ട അമ്മയും പറയണ്ട ഞാൻ പൊക്കോളാം, വേണ്ട വേണ്ട, ഞാനൊരാണാ എന്ന് പറയുന്ന സ്വഭാവക്കാരാ. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ 30-ാമത്തെ വയസ്സിൽ പറയുക, മോനോട് പറയുക, എടാ ഞാൻ വരാം, നീ ഒറ്റയ്ക്ക് പോകണ്ട. എവിടെ പോയാലും കൂട്ടുവരുന്ന ഒരപ്പൻ ഏത് പ്രായത്തിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അപ്പന്മാരല്ലേ? ആരെ കൊണ്ട് പറ്റും? കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുമ്പോൾ, കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, പിള്ളേർ എവിടെയെങ്കിലും പോകുമ്പോൾ, അവിടെ എല്ലാം പിള്ളേർ അപ്പുറത്തെ മുറിയിൽ ഒരുങ്ങുമ്പോഴേക്കും നമ്മുടെ ഒന്ന് മനസ്സിൽ കണ്ടേ, അപ്പനൊരു നല്ല വെള്ളമുണ്ടൊക്കെ ഉടുത്ത് 2-ാം മുണ്ടൊക്കെ തോടയിലിട്ട് ഒരു കാലം കൂടെയൊക്കെ പിടിച്ച്, പപ്പയും കൂടെ ഇല്ലെന്ന് ഞാൻ തന്നെ വിടില്ല, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനവിടെ വരും. അങ്ങനെ നിങ്ങൾ അക്ഷരീകമായിട്ടൊന്ന് കണ്ട. ഞാനിത് കുറേ നേരം വേറെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. ഈ രാവിലത്തെ ചിന്ത, ഈ ബൈബിൾ വായിച്ചിട്ട് കുറേ നേരം എൻ്റെ മനസ്സിൽ അത് കാണും, നാടകവേദിയിലെ രംഗം പോലെ. ഞാൻ രാവിലെ എത്ര നേരം എനിക്കെന്ത് ഹൃദയം തുടിച്ചു, എത്ര നേരം ഞാൻ രംഗം കണ്ടുകൊണ്ടിരുന്നറിയാമോ? എവിടെ പോകാനിറങ്ങിയാലും അപ്പനൊരുങ്ങി കൂടെ വരും. എന്നെ എങ്ങും തരിച്ചു വിട്ടിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ അപ്പന് അപമാനം വരുത്തുന്നതൊന്നും ഞാൻ ചെയ്യില്ല. എപ്പോഴും അങ്ങയ്ക്ക് പ്രസാദമുള്ളത് ചെയ്യും. അതുകൊണ്ട് എന്നെ ഒരിടത്തും തനിച്ച് വിട്ടിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതം വേണോ ദൈവമക്കളെ? ഈ അപ്പൻ ഇഷ്ടംപോലെ സമയമുണ്ട്, ആരോഗ്യമുണ്ട്, നീ എവിടെ പോയാലും കൂടെ വരാനുള്ള മനസ്സുമുണ്ട്. പിന്നെ എന്തിനാ അപ്പനെ വീട്ടിലെത്തിയിട്ട് നീ തന്നെ പോയി ഉള്ള ഭാരം മുഴുവൻ മണ്ടയിൽ വലിച്ചു കയറ്റി അബദ്ധം മുഴുവൻ ചെയ്ത് ചതിക്കുഴിയിൽ വീണ് എന്തിനാ ഈ ജീവിതം പാഴാക്കുന്നേ? ഇങ്ങനൊരു അപ്പനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഇന്നു മുതൽ കൃത്യമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാമോ? ചുമ്മാ മതചടങ്ങുകൾക്ക് വിധേയപ്പെടാതെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകാമോ? ഈ അപ്പനെ കൂടെ നിർത്താമോ? എല്ലായിടത്തും വരുമെന്ന്, എന്നെ എങ്ങും തനിച്ച് വിട്ടിട്ടില്ലെന്ന്. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളെങ്കിലും വിശ്വസിക്കുക. നീ കോളേജിൽ പോകുമ്പോൾ, നീ എവിടെ പോകുമ്പോഴും നിന്നെ എങ്ങും തനിച്ച് വിടാതെ. ഇത് ഞാനിങ്ങനെ ചിന്തിക്കുക, ഒരു പെങ്കൊച്ച അത് കേൾക്കുന്നെങ്കിൽ നിൻ്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വിടുമ്പോൾ ഏതപ്പനും മുറ്റത്തിറങ്ങി വണ്ടിക്കാരൻ നേരത്ത് പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്ത് നേരത്തെ വിളിച്ച് അപ്പനും മോനും കൂടി കരഞ്ഞ് വണ്ടി കയറ്റി ചെറുക്കൻ്റെ കൂടെ വിടുക ചെയ്യാറുള്ളത്. പക്ഷേ ഈ അപ്പം പറയില്ലടി, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടുകയല്ല, നിൻ്റെ കൂടെ ഞാൻ വരും. നിങ്ങൾക്ക് തോന്നുന്നു എന്നാ മനുഷ്യനായി അപ്പൻ തോന്നുന്നോ? അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങളുടെ എന്തോ നിഗൂഢതയുണ്ട്. ഇല്ല, നിങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളെങ്കിൽ ഈ അപ്പൻ ശവക്കുഴിക്കപ്പുറത്തേക്കും നിന്നെ തനിച്ച് വിടിയാല. എൻ്റെ ഹൃദയം തുളുമ്പുന്നുണ്ട് സ്നേഹം കൊണ്ട്. തനിച്ച് വിടാത്ത അപ്പൻ. നിങ്ങൾക്ക് ഈ അപ്പൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഞാൻ ഒന്നോടെ പറയുന്നു, കുറേയും കൂടി നിങ്ങൾ കർത്താവിനെ നന്നായിട്ട് ദൈവത്തെ തിരിച്ചറിയും. യേശുവെന്ന് പരിചയപ്പെടുത്തി എന്നോടുള്ള ബന്ധത്തിൽ എൻ്റെ അപ്പൻ എന്നെ ഇതുവരെ തനിച്ച് വിട്ടിട്ടില്ല. ഈ അപ്പനാണ് നിങ്ങളുടെ അപ്പനും, നിങ്ങളെയും തനിച്ച് വിടില്ല എന്ന് പറയാനാണ് യേശു ഇത് പറഞ്ഞത്. നിങ്ങളോടും പറയുന്നു, ദൈവം നമ്മെ ഏകനായി വിടില്ല. അനുഭവിച്ചറിയാം. ഇപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇങ്ങനൊരപ്പൻ ലോകത്തിൽ ആർക്കും കണ്ടിട്ടില്ല. ഞങ്ങളൊരിക്കലും തനിച്ചു വിടാത്ത നാഥ, അങ്ങയുടെ മുമ്പിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. എല്ലാവരോടും കൂടെ ഇരിക്കുന്ന മനസ്സിനായിട്ട് നന്ദി. നല്ല അപ്പനെ ഞങ്ങൾ മനസ്സാ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.